അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ ലിസാനുൽ ഖുർആന്റെ 1ാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. അദ്ദർസുൽ അവ്വൽ, പാഠം 1, സബാഹുൽ ഈദ്, പെരുന്നാൾ പ്രഭാതം, പെരുന്നാൾ രാവിലെ. ഈ പാഠത്തിൽ പ്രധാനമായും പറയുന്നത് ഫിഅല്, ഫാഇല്, മഫ്ഊല് എന്നിവയെ കുറിച്ചാണ്. ഫിഅല് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെയ്ത പ്രവൃത്തിയാണ്. ഒരാൾ ചെയ്ത പ്രവൃത്തിയാണ് ഫിഅല്. അതുപോലെ ആരാണോ ആ പ്രവൃത്തി ചെയ്തത് അവരാണ് ഫാഇൽ. അടുത്തത് ഫായിലാണ്, അത് പ്രവൃത്തി ചെയ്ത ആളാണ് ഇത് ഫായില്. 3ാമത്തെ മഫ്ഊലാണ്, ആരിലേക്കാണോ ആ പ്രവൃത്തി വിട്ടുകടന്നത് അല്ലെങ്കിൽ എവിടെയാണോ സംഭവിച്ചത് അതാണ് മഫ്ഊല്. ഫിഅല്, ഫായില്, മഫ്ഊല് എന്നിവയെ കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. ഓരോ പാഠത്തിലെ വരികൾ വായിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാവുന്നതാണ്. നമുക്ക് പാഠം വായിക്കാം. സബാഹുൽ ഈദ്, പെരുന്നാൾ പ്രഭാതം. ഫി സബാഹി യൗമിൽ ഈദി, പെരുന്നാൾ ദിവസം പ്രഭാതത്തിൽ രാവിലെ. ഇസ്തൈഖള സാലിഹുൻ വഉഖ്തുഹു സാലിഹത്തുൻ, സാലിഹും അവന്റെ സഹോദരി സാലിഹയും എഴുന്നേറ്റു. ഇവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് ഫിഅലാണ്. എന്താണ് പ്രവൃത്തി? അതാണ് ഇവിടെ ഇസ്തൈഖള, എഴുന്നേറ്റു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സാലിഹുൻ വഉഖ്തുഹു സാലിഹത്തുൻ ഖബ്ലൽ ഫജ്രി, ഫജ്റിന് മുമ്പ് എന്ത് ചെയ്തു? രണ്ടുപേരും എഴുന്നേറ്റു. വഖാല, എന്നിട്ട് അവർ രണ്ടുപേരും പറഞ്ഞു. ഖാല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പറഞ്ഞു എന്നാണ്. എന്താണ് പറഞ്ഞത്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ. നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ ചെല്ലുന്ന ദിക്റാണല്ലേ, മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ. എന്താണ് അതിന്റെ അർത്ഥം? മരിപ്പിച്ചതിന് ശേഷം ഞങ്ങളെ ജീവിപ്പിച്ചവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും, അവനിലേക്കാണ് മരണശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരുമിച്ച് കൂടുന്നത്. ബാക്കി വായിക്കാം. സുമ്മ തവല്ലാ സ്വാലിഹുൻ, പിന്നെ സ്വാലിഹ് എന്ത് ചെയ്തു? വുളൂ ചെയ്തു. വഖറജ ഇലൽ മസ്ജിദി മാ അബീഹി, തന്റെ പിതാവിനോട് കൂടെ സ്വാലിഹ് എന്ത് ചെയ്തു? പള്ളിയിലേക്ക് പുറപ്പെട്ടു. വസ്വല്ലയ, അവർ രണ്ടുപേരും നിസ്കരിച്ചു. അസ്സുബ്ഹ, സുബ്ഹി, ഫി ജമാഅത്തിൻ, ജമാഅത്തിലായിട്ട്. വഖറഅ അൽ ഖുർആന, അവർ രണ്ടുപേരും എന്ത് ചെയ്തു? ഖുർആൻ പാരായണം ചെയ്തു. ഇവിടെ ഖറഅ, അതേപോലെ സ്വല്ലയ, അതുപോലെ ഖാല, അവർ രണ്ടുപേരും എന്നുള്ള അർത്ഥമാണ്. ഖറഅ, രണ്ടുപേരും ഖുർആൻ പാരായണം ചെയ്തു. അപ്പൊ സുബഹി സ്കെച്ചിന് ശേഷം ഖുർആൻ പാരായണം ചെയ്ത് അവർ രണ്ടുപേരും എന്ത് ചെയ്തു? വീട്ടിലേക്ക് മടങ്ങി. ശബ്ദം അടച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. ഓക്കെ, ഈ പാഠത്തിൽ നമുക്ക് ഫിഅല്, ഫായില്, മഫ്ഊല് മനസ്സിലാക്കാൻ ഇവിടെ കളറിങ് ചെയ്തിട്ടുണ്ട്. ഇസ്തൈഖള, അത് ഫിഅലാണ്, അവിടെ റെഡ് കളറാണ്. ഇവിടെ സ്വാലിഹും കൊണ്ടോ, അത് ഫായിലാണ്, അത് പച്ച കളറിലാണ്. ഇതുപോലെ ഇവിടെ കണ്ടെങ്കിൽ ത്വആമ എന്നൊക്കെ കണ്ടോ, നീല കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ത്വആമ കണ്ടോ, നീല കളർ. നീല എന്താണ്? മഫ്ഊലാണ്. ഓക്കെ, ഇനി ബാക്കി വായിക്കാം. വസല്ലത്തു സാലിഹത്തു, സ്വാലിഹ നിസ്കരിച്ചു, അഥവാ സ്വാലിഹിന്റെ സഹോദരി നിസ്കരിച്ചു. ഫി ബൈത്തിഹ, അവളുടെ വീട്ടിൽ വെച്ച്. മാ ഉമ്മിഹ, അവിടെ ഉമ്മയോട് കൂടെ ജമാഅത്തായിട്ട് എന്ത് ചെയ്തു? നിസ്കരിച്ചു. വഖറഅത, അവർ രണ്ടുപേരും എന്ത് ചെയ്തു? ഖുർആൻ പാരായണം ചെയ്തു. വഖറഅതൽ ഖുർആൻ, അവർ രണ്ടുപേരും എന്ത് ചെയ്തു? ഖുർആൻ പാരായണം ചെയ്തു. സുമ്മ ദഹബൽ ജമിയ, പിന്നെ എല്ലാവരും പോയി. എവിടേക്ക്? ഇൽ മത്ബഖി, അടുക്കളയിലേക്ക്, കിച്ചണിലേക്ക് പോയി. വസനഅത്തിൽ ഉമ്മു, ഉമ്മ ഉണ്ടാക്കി. ത്വആമൽ ലദീദ, നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി. വസഅദഹ, അവരെ സഹായിച്ചു. സ്വാലിഹുൻ വഖ്തുഹു, സ്വാലിഹിന്റെ സഹോദരിയും ഉമ്മയെ സഹായിച്ചു. വസഅദഹ, ഉമ്മയെ സഹായിച്ചു. സ്വാലിഹുൻ വഖ്തുഹു, സ്വാലിഹും അവന്റെ സഹോദരിയും ഉമ്മയെ സഹായിച്ചു. വീട്ടിലെ ഭക്ഷണങ്ങളും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഉമ്മ എന്ത് ചെയ്തു? സ്വാലിഹും സ്വാലിഹിന്റെ സഹോദരിയാകുന്ന സ്വാലിഹയും സഹായിച്ചു, ഹെൽപ്പ് ചെയ്തു. സുമ്മ ഇഗ്തസല,
പിന്നെ കുളിച്ചു സാലിഹുൻ ലിൽ ഈദി, പെരുന്നാളിന് വേണ്ടിയുള്ള കുളി കുളിച്ചു. നമ്മൾ പെരുന്നാളിന് സുന്നത്ത് കുളി കുളിക്കുമല്ലോ, ആ കുളി സാലിഹ് കുളിച്ചു. വലബിസ മലാബിസഹുൽ ജദീദ, അവന്റെ പുതുവസ്ത്രം ധരിച്ചു, പുതിയ വസ്ത്രം പെരുന്നാൾക്കെടുത്ത പുതിയ ഡ്രസ്സ് അവൻ ധരിച്ചു. വഖറജ ഇലാ മസ്ജിദി, പിന്നെ പള്ളിയിലേക്ക് പുറപ്പെട്ടു. മാ അബീഹി, അവന്റെ പിതാവിനോട് കൂടെ. വഹുമാ യുക്കബിറാനി, അവർ രണ്ടുപേരെന്താണ് തക്ബീർ ചൊല്ലിക്കൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടു. ബഅദ സ്വലാത്തി ഈദി, പെരുന്നാൾ നിസ്കാര ശേഷം ലഖിയ, കണ്ടു സാലിഹ് അസ്തിഖാഹു, അവന്റെ ചങ്ങാതിമാരെ. വസല്ലമ അലൈഹിം, അവരോട് സലാം പറഞ്ഞു. പെരുന്നാൾ നിസ്കാര ശേഷം സാലിഹ് അവന്റെ കൂട്ടുകാരെ കണ്ടു, എന്ത് ചെയ്തു? അവരോട് സലാം പറഞ്ഞു. വതബാദലുൽ തഹാനിയ, അവർ പരസ്പരം എന്ത് ചെയ്തു? പെരുന്നാൾ ആശംസകൾ നേർന്നു, ആശംസകൾ എന്ത് ചെയ്തു? കൈമാറി. സുമ്മ സാറ, പിന്നെ സന്ദർശിച്ചു സാലിഹ് ഖബറ ജദ്ദിഹി വ ജദ്ദത്തി ആബിഹി, പിതാവിനോട് കൂടെ ഉപ്പയോട് കൂടെ അവന്റെ വല്യമ്മയുടെയും വല്യപ്പയുടെയും ഖബർ സന്ദർശിച്ചു. ബഅദ ദാലിക, അതിനുശേഷം, ഈ സിയാറത്തിന് ശേഷം, റജഅ, അവർ രണ്ടുപേരും മടങ്ങി, ലിൽ ബൈത്തി, വീട്ടിലേക്ക്. ഓക്കെ, നെക്സ്റ്റ്. വഖ്തസലത് സാലിഹത്തു, സാലിഹ് കുളിച്ചു. വസബഅത് യദഹാ ബിൽ ഹിന്നാഇ, അവളുടെ കൈകൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൈലാഞ്ചി കൊണ്ട് വർണ്ണാഭാക്കിയിട്ടുണ്ട്, വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഫലബിസത്തിൽ മലാബിസൽ ജദീദ, അവളുടെ പുതുവസ്ത്രം ധരിച്ചു, പെരുന്നാളിലെ പുതിയ വസ്ത്രം ധരിച്ചു. വസഅദത് ഉമ്മഹ ഫി തർത്തീബിൽ മാഇദ, അവൾ ഉമ്മയെ സഹായിച്ചു. ഫി തർത്തീബിൽ മാഇദ, മാഇദ എന്ന് പറഞ്ഞാല് തീന്മേശയാണ്. തീന്മേശ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട്, തർത്തീബാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരുക്കാൻ വേണ്ടിയിട്ട് അവൾ ഉമ്മയെ ഹെൽപ്പ് ചെയ്തു. ഹലറ ജമീഉ അഅ്ദാഇൽ ഉസ്റത്തി, വീട്ടിലെ എല്ലാ അംഗങ്ങളും എന്ത് ചെയ്തു? ഹാദിറായി, അവിടെ ഒരുമിച്ച് കൂടി. ഹൗലുൽ മാഇദ, എവിടെ? ഹൗലുൽ മാഇദ, തീന്മേശക്ക് ചുറ്റും. വതനാവലു തുആമ, അവർ എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചു. സുമ്മ സാറ, പിന്നെ സന്ദർശിച്ചു. സാലിഹും വ ഉഖ്തുഹു, അവന്റെ സഹോദരിയും. അല്ല ഖാരിബ, അടുത്ത കുടുംബക്കാരൻ. മാൽ അബവൈനി, മാതാപിതാക്കളോട് കൂടിയിട്ട് എന്ത് ചെയ്തു? ഇവിടെ അടുത്ത കുടുംബക്കാരെ വീടുകളിലേക്ക് പോയി. നമ്മൾ സാധാരണ പെരുന്നാളിലൊക്കെ പോകാറുണ്ടല്ലോ, അതുപോലെ പോയി. വഅത്തൽ അമ്മു, ഉപ്പയുടെ സഹോദരൻ നൽകി. സാലിഹിനും ഉഖ്തഹു, സാലിഹിന്റെ സഹോദരിക്കും എന്ത്? ഈദിയത്തൻ ജമീല, നല്ല ഈദ് ഗിഫ്റ്റ്, ഭംഗിയുള്ള ഈദ് ഗിഫ്റ്റ് കൊടുത്തു, പെരുന്നാൾ ഗിഫ്റ്റ് കൊടുത്തു. വഅതാഹുമൽ ഖാലു മിഅത റൂബിയ, വഅതാഹുമ, സ്വാലിഹിനും, അവർ രണ്ടുപേർക്കും കൊടുത്തു. സ്വാലിഹക്കും കൊടുത്തു. ആര്? അവരുടെ അമ്മാവൻ. മിഅത റൂബിയ, 100 രൂപ കൊടുത്തു. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലഖിയ, ആ ചെയ്ത പ്രവൃത്തിയാണ്. കണ്ടു, അത് റെഡ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്, ചുവപ്പ്. ഇത് ഫിഅലാണ്. സാലിഹാണ് കണ്ടത്, അത് ഗ്രീൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത്, അത് ഫായിലാണ്. ആരെ കണ്ടത്? അസ്തിഖാഹു, അവന്റെ ചങ്ങാതിമാരെ കണ്ടു. ഇവിടെ കൂട്ടുകാരെന്നുള്ള, അസ്തിഖാഹു ആണ് അവന്റെ കൂട്ടുകാരെന്നുള്ളതാണ് അവിടെ മഫ്ഊല്, കൂട്ടുകാരെ കണ്ടു. ലഖിയ സാലിഹുൻ അസ്തിഖാഹു. ഇപ്പൊ ലഖിയ ഫിഅല്, കണ്ടു എന്നുള്ള ഫിഅല് പ്രവൃത്തി, സാലിഹുൻ കണ്ട ആള് ഫായില്, അസ്തിഖാഹു അവന്റെ കൂട്ടുകാരാണ് അവിടെ മഫ്ഊല്. ആരെയാണ് കണ്ടത്? അവര് കൂട്ടുകാരാണ്, അവരാണ് മഫ്ഊല്. വസല്ലമ അലൈഹിം, അവരുടെ മേൽ സലാം പറഞ്ഞു. വതബാദലു തഹാനിയ, പരസ്പരം എന്ത് ചെയ്തു? ആശംസകൾ കൈമാറി. ഇവിടെ അതേപോലെ വഖ്തസലത്ത്, കുളിച്ചു എന്നുള്ളത് ഫിഅലാണ്. സ്വാലിഹാണ് ഇവിടെ ഫായില്, കുളിച്ച ആള് സ്വാലിഹ. ഇനി ബഹസ്, ചർച്ചയാണ്, കുറച്ച് ഡിസ്കഷൻ ഇവിടെ നടക്കുന്നുണ്ട്, നോക്കാം. കുല്ലു കലിമത്തിൻ മുലവ്വനത്തിൻ ബിൽ ലൗനിൽ അഹ്മരി ഫിന്നസ്സി ഫിഅലുൻ, വാചകങ്ങളിൽ റെഡ് കളർ നൽകപ്പെട്ട ഓരോ കലിമത്തും എന്താണ്? ഫിഅലാണ്. അപ്പൊ ഈ റെഡ് കളറുള്ളൊക്കെ എന്താണ്? ഹലറ, ആത്ത, നൽകി, ഹലറ ഹാജറായി, വഖ്തസലത്ത് കുളിച്ചു, സാറ സന്ദർശിച്ചു,
ലഖിയ കണ്ടു, ഇസ്തൈഖള എഴുന്നേറ്റു ഉണർന്നു, തവല്ലഅ വുളൂ ചെയ്തു, സല്ലത്ത് നിസ്കരിച്ചു, ദഹബ പോയി, സനഅത്ത് പാകം ചെയ്തു ഉണ്ടാക്കി. ഇതൊക്കെ എന്താണ്? ഇഗ്തസല കുളിച്ചു. ഇതൊക്കെ റെഡ് കളറിലാണല്ലോ അല്ലേ? ഇതൊക്കെ ഫിഅലാണ്, ചെയ്ത പ്രവൃത്തിയാണ്. വുളൂ ചെയ്തു അതൊരു പ്രവൃത്തിയാണല്ലോ. അതുപോലെ കുല്ലു കലിമത്തിൻ മുലവ്വനത്തിൻ ബില്ലൗനിൽ അഖ്ളരി, പച്ച കളർ നൽകപ്പെട്ട ഗ്രീന് നൽകപ്പെട്ട ഒരു കലിമത്തും തദുല്ലു അത് അറിയിക്കുന്നു അലാമൻ വഖഅ മിൻഹുൽ ഫിഅലു, അവനിൽ നിന്നാണ് പ്രവൃത്തി ഉണ്ടായത്. അഥവാ ഫായിലിനെയാണ് ഗ്രീന് കളർ നൽകപ്പെട്ടത്. ഇവിടെ അമ്മ് പിതാവിന്റെ സഹോദരന്, അതുപോലെ ജമിയോ എല്ലാവരും പച്ചയാണ്. സ്വാലിഹത്ത് അവിടെ പച്ചയാണ്. സ്വാലിഹുൻ സ്വാലിഹുൻ ഇവിടെ ഗ്രീനാണ്. ഇവിടെ വാക്തസലത്ത് സ്വാലിഹത്തു, സ്വാലിഹ കുളിച്ചു എന്നുള്ളത് ഇവിടെ ഫായിലാണ്. ഇവിടെ സ്വാലിഹയാണ് ഫായിൽ, ചെയ്ത ആള്. അടുത്തത് എന്താണ്? വകുല്ലു കലിമത്തിൻ മുലവ്വനത്തിൻ ബില്ലൗനിൽ അസ്റഖി, നീല കളർ നൽകപ്പെട്ട ഓരോ കലിമത്തും എന്താണ്? തദുല്ലു അലാ ഷൈഇൻ വഖഅ അലൈഹിൽ ഫിഅലു, അതിന്റെ മേലാണ് പ്രവൃത്തി സംഭവിച്ചത്. ഏതൊരു കാര്യത്തിന്റെ മേലാണോ, അതൊരു വസ്തുവിന്റെ മേലാണ് പ്രവൃത്തി സംഭവിച്ചത്, അതിനെ അറിയിക്കുന്നത് ഇവിടെ നീല കളറാണ്. ഇവിടെ സ്വാലിഹൻ, ഇവിടെ സ്വാലിഹിനാണ്. വഅത്തിലെ അമ്മു ഉപ്പയുടെ സഹോദരൻ നൽകി സ്വാലിഹൻ, സ്വാലിഹിനിക്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ സ്വാലിഹയുടെ മഫ്ഊലാണ്, അമ്മ് ഫായിലാണ്, ചെയ്ത ആളാണ്. വഅത്ത നൽകി എന്നുള്ളതാണ് ഇവിടെ ഫിഅല്. ഓക്കെ, ഇനി ഇവിടെ റെഡ്, ഗ്രീന്, ബ്ലൂ. അൽ ഫിഅലു കലിമത്തുൻ തദുല്ലു അലാ ഹുസൂലി അമലിൻ ഫീ സമനിൻ ഖാസിൻ. ഇവിടെ ഫിഅൽ എന്താ, ഫാഇൽ എന്താ, മഫ്ഊൽ എന്താ, അതിന്റെ ഡെഫിനിഷൻ അറബിയിൽ പറയാണ്. ഫിഅൽ എന്ന് പറഞ്ഞാൽ കലിമത്തുൻ, അത് കലിമത്താണ്, തദുല്ലു അത് അറിയിക്കുന്നു, അലാ ഹുസൂലി അമലിൻ അമല് ഉണ്ടാകുന്നതിന്റെ മേൽ, ഫീ സമനിൻ ഖാസിൻ ഒരു പ്രത്യേക സമയത്ത് പ്രവൃത്തി ഉണ്ടാകുന്നതിന് മേൽ അറിയിക്കുന്ന കലിമത്താണ് ഫിഅൽ. രണ്ട്, ഫാഇൽ ഇസ്മുൻ അതൊരു ഇസ്മാണ്, മർഫൂൻ റഫ്അ ചെയ്യപ്പെട്ട ഇസ്മാണ്, യദുല്ലു അത് അറിയിക്കുന്നു, അലാമൻ വഖഅ മിൻഹുൽ ഫിഅലു അവനിൽ നിന്നാണ് പ്രവൃത്തി സംഭവിച്ചത്. പ്രവൃത്തി ആരിൽ നിന്നാണ് സംഭവിച്ചത് അതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ഫാഇൽ എന്ന് പറയുന്നത്. മൂന്ന്, അൽ മഫ്ഊലു, മഫ്ഊൽ എന്ന് പറയുന്നത് എന്താണ്? അൽ മഫ്ഊലു ബിഹി ഇസ്മുൻ മൻസൂബുൻ യദുല്ലു അലാ ഷൈഇൻ വഖഅ അലൈഹി ഫിഅലു, അതൊരു ഇസ്മാണ്, മൻസൂബുൻ നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മാണ്, യദുല്ലു അത് അറിയിക്കുന്നു, അലാ ഷൈഇൻ ഒരു വസ്തുവിന്റെ മേൽ, വഖഅ അലൈഹിൽ ഫിഅലു അതിന്റെ മേലാണ് എന്ത് ചെയ്തത്? ആ ഫിഅൽ പ്രവൃത്തി സംഭവിച്ചിട്ടുള്ളത്. അതിന് മഫ്ഊൽ എന്ന് പറയുന്നു. ഓക്കെ, എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിക്കുക. പുതിയ അധ്യയന വർഷമാണ്, അതുകൊണ്ട് ഈ വർഷം നല്ല രീതിയിൽ പഠിക്കണമെന്ന നിയത്തോടു കൂടിയിട്ട് തുടങ്ങുക. അല്ലാഹു തആല എല്ലാവർക്കും അറിവ് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് ചെയ്യുമാറാവട്ടെ, നല്ല ഹിഫ്ള് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.